ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വഴുതനങ്ങ കൊണ്ടൊരു തീയലാണ്. അതിനായിട്ട് ഞാൻ വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് ഒരു വഴുതനങ്ങ മതി കേട്ടോ കറി തയ്യാറാക്കാനായിട്ട്. അത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഞാനിപ്പോൾ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി കറി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി നല്ലപോലെ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു ബൗളിൽ ഇത്രയും തേങ്ങാപ്പീരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരല്പം കായപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ തേങ്ങ വറുത്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്രയാണ് കേട്ടോ നമ്മൾ ചേർത്തിട്ടുള്ളത്. വീണ്ടും ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങ നല്ലപോലെ മൂത്ത് വരുമ്പോഴേക്കും ഈ ഒരു കളറായി കിട്ടും കേട്ടോ. ഈ സമയത്ത് നമുക്കിത് കോരി മാറ്റി വയ്ക്കാം. എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം ഇത് അരച്ചെടുക്കാം. ഇനി അതേ ചട്ടിയിലേക്ക് തന്നെ നമുക്കൊരല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി നമ്മൾ കട്ട് ചെയ്യുന്നില്ല, ഇതുപോലെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്കൊരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി നല്ലപോലെ വഴണ്ടി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2-3 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇത് വേവുന്നതിനാവശ്യമായ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വഴുതനങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ, അതുകൊണ്ട് തന്നെ ഈ ഒരളവിൽ വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. വളരെ കുറച്ച് സമയം മതി കേട്ടോ. വഴുതനങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് വെന്തുടഞ്ഞു പോകാനും പാടില്ല, എന്നാൽ നല്ലപോലെ വെന്ത് കിട്ടുകയും വേണം. ആ ഒരു പാകത്തിലാണ് കേട്ടോ ഇത് എടുക്കേണ്ടത്. ഇതിപ്പോൾ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിതൊട്ടും വെള്ളം ചേർക്കാതെ തന്നെയാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. അരപ്പ് തയ്യാറാക്കിയ മിക്സി ജാറിലേക്ക് അല്പം ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഒഴിക്കണത്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഈ അരപ്പൊക്കെ ഒന്ന് തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനൊരു ചെറിയ ഉരുള വാളൻപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പുളി ചേർത്ത് കൊടുക്കുമ്പോൾ ഒത്തിരി പുളിയാവാൻ പാടില്ല കേട്ടോ. പാകത്തിന് നോക്കി വേണം ചേർക്കാനായിട്ട്. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ മധുരത്തിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു കറിയിൽ ഒരു ചെറിയ മധുരം ഉണ്ടാവുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. മധുരം ഇഷ്ടമില്ലാത്തവർ ശർക്കര ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നല്ലപോലെ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും 2-3 വറ്റൽമുളക് ഇതുപോലെ കട്ട് ചെയ്തതും ഒരല്പം ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് വേപ്പില കൂടി ചേർത്തതിന് ശേഷം നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും വഴുതനങ്ങ തീയൽ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.